നെഹ്റു ഉണ്ടായിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കില്ലായിരുന്നു എന്ന് നമ്മുടെ മുഖ്യൻ വി.ഡി. സതീശൻ. നെഹ്റു ഉണ്ടായിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ചരിത്രമല്ല, ചരിത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന ഒരു സങ്കല്പമാണ്. ചരിത്രം ഒരിക്കലും എന്തായിരുന്നേനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. അത് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതാണ് രേഖപ്പെടുത്തുന്നത്. ബാബർ വിവാദം 1992 ആരംഭിച്ചതല്ല. അതിന്റെ വേരുകൾ നൂറ്റാണ്ടുകളിലേക്ക് പോകുന്നു. 1855 തർക്കങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അകത്തളവും പുറത്തളവും വേർതിരിച്ച് ആരാധന ക്രമീകരിച്ചത്. 1949 ശ്രീരാമലല്ലയുടെ വിഗ്രഹങ്ങൾ സമുച്ചയത്തിനുള്ളിൽ കണ്ടെടുക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്ന് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന കേസുകൾ, ഇവയെല്ലാം ചേർന്നാണ് ആ വിവാദം രൂപപ്പെട്ടത്. 1949 ഈ സംഭവം നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം സംഭവത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും സ്ഥിതി പഴയ നിലയിലാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതായി രേഖകളിൽ കാണാം. എന്നാൽ അത് നടപ്പായില്ല. ഇതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണ് മനസ്സിലാവുന്നത്. ഒരു പ്രധാനമന്ത്രിയുടെയും ആഗ്രഹം മാത്രം ചരിത്രത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നില്ല. സംസ്ഥാന ഭരണകൂടം, കോടതി, ഭരണ സംവിധാനം, ജനാഭിപ്രായം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയും നിർണായകമാണ്. അതിനാൽ നെഹ്റു ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും തടഞ്ഞേനെ എന്ന വാദം തെളിവുകൊണ്ട് സ്ഥാപിക്കാനാവില്ല. ഇതൊക്കെ തരാതരം പോലെ മുസ്ലിം പ്രീണനം എപ്പോഴും അനവദനം നടത്തിക്കൊണ്ടിരിക്കുന്ന വി.ഡി. സതീഷിന്റെ അനുമാനങ്ങളാണ്. പിന്നെ ഒരു കാര്യം, ഇന്ത്യൻ ഇതിഹാസങ്ങളും ഇതേ പാഠമാണ് നൽകുന്നത്. മഹാഭാരതത്തിൽ ഭീഷ്മർ, ദ്രോണർ, വിതുരൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ മഹാപുരുഷന്മാരുണ്ടായിരുന്നിട്ടും കുരുക്ഷേത്ര യുദ്ധം ഒഴിവായില്ല. കാരണം ചരിത്രത്തിന്റെ ഗതി ഒരാളുടെ ഇച്ഛയാൽ മാത്രം മാറുന്നില്ല. സമൂഹത്തിലെ ശക്തികൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഭരണപരമായ പരിമിതികൾ, കാലഘട്ടത്തിന്റെ സംഘർഷങ്ങൾ എന്നിവ ചേർന്നാണ് ചരിത്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് നെഹ്റു എന്ന ഒരു വ്യക്തിയെ ചരിത്രത്തിന്റെ ഏക നിർണായക ശക്തിയായി ചിത്രീകരിക്കുന്നത് ചരിത്രബോധത്തെക്കാൾ രാഷ്ട്രീയ ഭാവനയെയാണ് പ്രതിഫലിക്കുന്നത്. എന്റെ സതീശ, രാഷ്ട്രീയത്തിൽ നേതാക്കളെ വിലയിരുത്താം, അവരുടെ തീരുമാനങ്ങളെ വിമർശിക്കാം, പ്രശംസിക്കാം. എന്നാൽ ചരിത്രത്തെ ഇങ്ങനെ സംഭവിച്ചേനെ എന്ന സങ്കല്പങ്ങളാൽ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചരിത്ര വിശകലനമല്ല, രാഷ്ട്രീയ വാദമാണെന്ന് അങ്ങേക്ക് അറിയാഞ്ഞിട്ടല്ല പറയുന്നത്. ഒഴുകുന്ന തോണിക്ക് ഒരു തള്ളിരിക്കട്ടെ, അത്ര തന്നെ. അതിനാൽ ബാബറി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരങ്ങളെക്കാൾ വസ്തുതകൾക്കും അനുമാനങ്ങളെക്കാൾ രേഖകൾക്കും മുദ്രാവാക്യങ്ങളെക്കാൾ ചരിത്രത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ചരിത്രത്തെ ബഹുമാനിക്കണമെങ്കിൽ അത് സംഭവിച്ചതുപോലെ വായിക്കണം. സംഭവിക്കുമായിരുന്നുവെന്ന് കരുതി എഴുതരുത്, വായിക്കരുത്.